ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ കരം തീർത്ത രസീത് വെച്ചിട്ട് അത് എത്ര സെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതാണ്. അതായത് ഇതാണ് ഒരു കരം തീർത്ത രസീത്, ഒരു വസ്തുവിൻ്റെ കരം തീർത്ത രസീത്. ഇതിനകത്ത് വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സുണ്ട്, അദ്ദേഹത്തിൻ്റെ സർവേ നമ്പറുണ്ട്, സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ സബ് ഡിവിഷനുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ആ വസ്തുവിൻ്റെ ഏരിയ ആർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ, ചതുര സ്ക്വയർ മീറ്റർ എന്നായിരിക്കും കൊടുത്തിരിക്കുക. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വസ്തുവിനകത്ത് ശരിക്കും എഴുതിയിരിക്കുന്നത് 18/6/41 ചതുര സ്ക്വയർ മീറ്റർ എന്നാണ്. ഇതിന് എത്ര സെന്റ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 എന്ന് പറയുന്നത് 2.47 സെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.47 സെന്റ്. അപ്പോൾ ഇത് 18.47 സ്ക്വയർ മീറ്റർ. അതിനെ 2.47 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45.6 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 45.6 സെന്റ് ആണ് ഈ വസ്തു ഈ കരം തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.47 സെന്റ് ആണ് എന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതായത് സ്ക്വയർ മീറ്റർ, അതായത് 0.641 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0.41 ഗുണനം 2.47 അതായിരിക്കും, അത് കിട്ടുന്ന തുകയായിരിക്കും നമുക്ക് സെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നോർമലി എല്ലാവർക്കും ഒന്നും അറിയില്ല, ടെക്നിക്കലി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കരം തീർത്ത രസീത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര 6 എത്ര സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റ് ആണെന്ന് അറിയാതെ പലരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ, ഏതൊരാൾക്കും കണ്ടുപിടിക്കാവുന്ന മെത്തേഡാണ്. എത്ര 6 എത്ര സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 2.47 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെന്റ് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.